അപ്പോൾ നമ്മൾ ട്രയാങ്കിൾസിൻ്റെ ഫസ്റ്റ് എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താ പറഞ്ഞത്? ഒരു ഫിഗർ തന്നിട്ടുണ്ടല്ലേ, നോക്കാം. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ എ ബി സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ കണ്ടല്ലോ, എ ബി സി. അവർ പറഞ്ഞു റൈറ്റ് ആംഗിൾ അറ്റ് സി. അപ്പം തന്നെ നമുക്ക് എന്ത് മാർക്ക് ചെയ്ത് വെക്കാം? ഇത് മൊത്തത്തിൽ 90 ഡിഗ്രി ആണ് എന്ന് മാർക്ക് ചെയ്ത് വെക്കാം, റൈറ്റ് ആംഗിൾ അറ്റ് സി. പിന്നെ അവരെന്ത് പറഞ്ഞു? മിഡ് പോയിന്റ് ഓഫ് ഹൈപ്പോട്ടന്യൂസ് എ ബി എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസിൻ്റെ മിഡ് പോയിന്റ് ആണ് എം. അപ്പോൾ തന്നെ എന്ത് മനസ്സിലാകും? എ എം എന്ന് പറയുന്നതും ബി എം എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഞാൻ ഈക്വൽ ആയിട്ടുള്ളവർക്ക് ഒരേ സിമ്പിൾ ഇട്ട് കാണിക്കാം കണ്ടോ. ഞാനിവിടെ എ എമ്മും ബി എമ്മും ഈക്വൽ ആണെന്ന് പറഞ്ഞപ്പോൾ എ എമ്മിനെ ഒരു വരയിട്ട് കാണിച്ചു, ബി എമ്മിനെ ഒരു വരയിട്ട് കാണിച്ചു. അതിൻ്റെ മീനിങ് അവർ രണ്ടുപേരും ഈക്വൽ ആണ്. എന്നിട്ട് എന്താ പറഞ്ഞ? സി ഈസ് ജോയിൻഡ് ടു എം. സി എന്തുമായിട്ട് ജോയിൻ ചെയ്തു? എമ്മുമായിട്ട് ജോയിൻ ചെയ്തു. എന്നിട്ട് അവിടുന്ന് പ്രൊഡ്യൂസ്ഡ് ടു ഡി, ഡിയിലേക്ക് നീട്ടി. അപ്പോൾ എന്നിട്ട് പറഞ്ഞു സി എമ്മും ഡി എമ്മും ഈക്വൽ ആണ്. ഞാൻ കണ്ടോ 2 ലൈൻസ് ഇട്ട് മാർക്ക് ചെയ്ത് വെച്ചേ. ദെൻ പോയിന്റ് ഡി ഈസ് ജോയിൻഡ് ടു ബി as seen in the figure. എന്താണ് ക്വസ്റ്റ്യൻ? ട്രയാങ്കിൾ എ എം സി എന്ന് പറയുന്നത് ബി എം ഡിയുമായി കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കുക. അപ്പം നമുക്ക് ആദ്യം തന്നേക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം. ആദ്യം എന്താ പറഞ്ഞേ? 90 ഡിഗ്രി ആയിട്ട് സി. അപ്പം തന്നെ എഴുതിക്കൂടെ? ആംഗിൾ എ സി ബി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. പിന്നെന്താ പറഞ്ഞേ? മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് എഴുതാം? എ എം ഇസ് ഈക്വൽ ടു ബി എം. റീസൺ എന്താ? എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. പിന്നെന്തുണ്ട്? സി എം ഇസ് ഈക്വൽ ടു ഡി എം. എന്താ ഗിവൺ? ഫസ്റ്റ് പാർട്ട് എന്താ ചോദിച്ചേക്കുന്നത്? എ എം സി എന്ന് പറയുന്ന ട്രയാങ്കിളും ബി എം ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. അപ്പം നമ്മളിത് ഫസ്റ്റ് പാർട്ടിട്ട് ആൻസർ ആക്കി എടുക്കുക. അപ്പം നമുക്ക് ആ രണ്ട് ട്രയാങ്കിളിനെയും കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ എ എം സി ആൻഡ് ട്രയാങ്കിൾ ബി എം ഡി. രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്തു. അപ്പോൾ നോക്ക്, എ എം സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഒരു ഭാഗമാണ് എ എം, അതുപോലെ തന്നെ ബി എം ഡിയുടെ ഒരു ഭാഗമാണ് ബി എം. അവർ ഈക്വൽ അല്ലേ? അപ്പോൾ ഒരു സൈഡ് ഈക്വലായി വന്നില്ലേ? ഞാനിവിടെ സൈഡിലേക്ക് ചുമ്മാ ഇതാണേ, എസ് ഒരു സൈഡ് ഈക്വലായി. ഇനി എ എം സിയുടെ ഒരു സൈഡല്ലേ സി എം, അതുപോലെ തന്നെ ബി എം ഡിയുടെ ഒരു സൈഡല്ലേ ഡി എം. അവർ ഈക്വലാന്ന് നമുക്കറിയാം. അപ്പോൾ രണ്ട് സൈഡ് ഈക്വലായി. ഇനിയപ്പോൾ രണ്ട് സൈഡ് ഈക്വലായ സ്ഥിതിക്ക് എന്ത് ചെയ്യണം? ഒന്നുകിൽ മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് SSS പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് SAS പ്രോപ്പർട്ടിയോ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. മൂന്നാമത്തെ സൈഡിനെ കുറിച്ച് എന്തെങ്കിലും മെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ആംഗിളിലേക്ക് പോകാം. എന്തറിയാം? സി ഡിയും എ ബിയും ഇൻ്റർസെക്റ്റ് അറ്റം, രണ്ട് ലൈനുകൾ ഇൻ്റർസെക്റ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പോഴേ എന്ത് ഉറപ്പിച്ചു വേണം? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിൾ, ഞാൻ 1 ലൈൻ ഇട്ടാണ് ആ ആംഗിൾസിനെ മാർക്ക് ചെയ്തേ, അവർ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഈ ആംഗിളിൻ്റെ പേരെന്താ? എ എം സി. ഇപ്പുറത്തെയോ? ബി എം ഡി. നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ? ആംഗിൾ എ എം സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എം ഡി. റീസൺ എന്താ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പം എന്താ? ഒരാംഗിളും ശരിയായി. ഏത് പ്രോപ്പർട്ടി? SAS പ്രോപ്പർട്ടി. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ട്രയാങ്കിൾ എ എം സി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ബി എം ഡി. റീസൺ എന്താ? SAS. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ് ആൻഡ് കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഈക്വൽ. സോ നമുക്ക് അതിൻ്റെ എല്ലാ കറസ്പോണ്ടിങ്ങും എഴുതിയേക്കാം.
2 സൈഡുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ സൈഡുകൾ ആരൊക്കെയാ? എ സിയും ബി ഡിയും. അപ്പം നമുക്ക് പറഞ്ഞൂടെ എ സി ഈസ് ഈക്വൽ ടു ബി ഡി. റീസൺ എന്താ? സി പി സി ടി കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ. അപ്പോൾ സൈഡ് കഴിഞ്ഞു. ഇനി ആംഗിൾസ് എടുക്കാം. ഈ ആംഗിൾ ദേ 2 ലൈൻ ഇട്ട് മാർക്ക് ചെയ്യുന്ന ആംഗിൾ, ഇതിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഏതാണ്? ആലോചിച്ച് ആംഗിൾ ഏതാണ് മക്കളെ? നോക്ക്, ഇതെന്ന് പറയുന്നത് സി എമ്മിന് ഓപ്പോസിറ്റ് ആണ് അല്ലേ? എ സി എം എന്ന് പറയുന്ന ട്രയാങ്കിളിലെ സി എം പോയി കഴിഞ്ഞാൽ മിച്ചം എന്തുണ്ട്? എ ഉള്ളൂ. അപ്പോൾ എ സി എമ്മിന്, അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ആംഗിൾ എ ഇസ് ഈക്വൽ ടു, ഇതുപോലത്തെ ആംഗിൾ ഇവിടെ ആരാ നോക്ക്, സി എമ്മിന് ഈക്വൽ ആയിട്ടുള്ള ആളാരായിരുന്നു? ഡി എം ആയിരുന്നു. ഡി എമ്മിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ഇതാണ്. നമുക്കെപ്പോഴും 3 ലെറ്റേഴ്സിൽ തന്നെ എഴുതാം. ഈ ആംഗിളിൻ്റെ പേരെന്താ? സി എ എം. നമുക്ക് ഈ ആംഗിളിനെ ആംഗിൾ സി എ എം എന്ന് പറയാം. ആംഗിൾ സി എ എം ഇസ് ഈക്വൽ ടു ആംഗിൾ ഇതേതാ? ഡി ബി എം. ഡി ബി എം. റീസൺ എന്താ? സി പി സി ടി. അപ്പം മിച്ചമുള്ള മൂന്നാമത്തെ ആംഗിളുകൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിക്കോളുമല്ലോ. അതിന് ഞാൻ 3 ലൈൻസ് ഇട്ട് കാണിക്കുക. ഈ ആംഗിളും ഇത്ര ആംഗിളും ഇവരും ഈക്വൽ. നമുക്ക് ആ ആംഗിളിൻ്റെ പേരെന്താ? ആംഗിൾ ബി ഡി എം ഇസ് ഈക്വൽ ടു ആംഗിൾ എ സി എം. എ സി എം. റീസൺ എന്താണ്? സി പി സി ടി. ഓക്കെ, കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യാനേ ഉള്ളായിരുന്നു. ഞാൻ കോൺഗ്രുവൻസിന്ന് നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ കൂടെ പറഞ്ഞു. സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ട് എന്താ മക്കളെ പറഞ്ഞത്? ആംഗിൾ ഡി ബി സി ഈസ് റൈറ്റ് ആംഗിൾ. വേണ്ടേ? ഈ ഡി ബി സി എന്ന് പറയുന്ന ആംഗിൾ കണ്ടോ? ഡി ബി സി അത് റൈറ്റ് ആംഗിൾ ആണ് തെളിയിക്കാൻ. അപ്പം നമുക്ക് ആ ഡി ബി സി എന്ന് പറയുന്നവൻ്റെ അത് ഡി ബി സി വരുന്ന ട്രയാങ്കിൾ എടുത്തേ. പറ, ഏത് ട്രയാങ്കിളിൻ്റെ പാർട്ടാണ് ഇത്രയും? ട്രയാങ്കിൾ ഡി ബി സിയുടെ പാർട്ടല്ലേ? അപ്പം നമുക്ക് ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് പാർട്ട് ഏതാണ്? കൺസിഡർ ട്രയാങ്കിൾ ഡി ബി സി ആൻഡ് ഡി ബി സിയെ പോലെ തന്നെയുള്ള ആരാ? ഇപ്പുറം എടുത്തിട്ടുണ്ട് അല്ലേ? അവനെ എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ എങ്ങനെ എടുക്കുന്നതെന്ന്? ഡി ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു. ഇനി അടുത്തത് ആരെ എടുക്കണം? എ ബി സി എടുക്കാം. ട്രയാങ്കിൾ എ ബി സി. 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ഡി ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും. എന്താ എ ബി സി എടുക്കണമെന്ന് മനസ്സിലായി? എന്താ? നമുക്കിത് 90 ഡിഗ്രി എന്ന് അപ്രൂവ് ചെയ്യണ്ടേ. ഇവിടെ ഒരാളെ 90 ഡിഗ്രി കിടപ്പുണ്ടായിരുന്നല്ലേ? അല്ലെങ്കിൽ തന്നെ നോക്കിയാൽ രണ്ടും റൈറ്റ് ട്രയാങ്കിൾ പോലെയാണ് കിടക്കുന്നത്. അപ്പം നോക്ക്, ഇതിൻ്റെ ഏതൊക്കെ സൈഡുകൾ ഈക്വലാന്ന് നോക്കാം. ആദ്യം ഡി ബി സിയുടെ ഒരു സൈഡാണല്ലേ ഡി ബി. ഡി ബിക്ക് ഈക്വലായിട്ട് ഒരാളുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചു, എ സി. കണ്ടോ? രണ്ടിൽ ഓരോരുത്തർ ഈക്വലായി. അപ്പോൾ നമുക്ക് എഴുതാം വി നോ ഡി ബി ഈസ് ഈക്വൽ ടു എ സി. എന്തായിരുന്നു റീസൺ പറഞ്ഞിരുന്നത്? സി പി സി ടി, നേരത്തെ പറഞ്ഞത് വെച്ചിട്ട്. ഇനി നോക്കിക്കേ, ബി സി എന്ന് പറയുന്നത് ആദ്യത്തെ ട്രയാങ്കിളിൻ്റെയും പാർട്ടാണ്. ബി സി എന്ന് പറയുന്നത് രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെയും പാർട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ബി സി ഈസ് ഈക്വൽ ടു ബി സി. റീസൺ എന്താ? കോമൺ. നമുക്ക് തെളിയിക്കേണ്ട എന്താ? ഇത് 90 ഡിഗ്രി എന്നല്ലേ? അപ്പോൾ കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിച്ചാൽ മതി. ആ കോൺസെപ്റ്റ് വെച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് നോക്കുവാണെങ്കിൽ നോക്കുക, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണോ? അല്ല, ഇത് നമ്മൾ 2 ലൈൻ ഇട്ട് മാർക്ക് ചെയ്ത ആംഗിളാണ്. ഇത് 3 ലൈൻ ഇട്ട് മാർക്ക് ചെയ്ത ആംഗിളാണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്നറിയാം, പക്ഷേ ഈ ആംഗിളിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. അങ്ങനെ ആംഗിൾസിനെ കുറിച്ചൊന്നും ധാരണയില്ല. അപ്പോഴാണ് നമ്മൾ അടുത്ത ആളെ അന്വേഷിച്ച് പോകുന്നത്. ഏതാ? നോക്കിക്കേ, എ സി എന്ന് പറയുന്ന ലൈനും ബി സി എന്ന് പറയുന്ന ലൈനും നോക്ക്.
അവരെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് സി ഡി. ചുമ്മാ വരച്ച് കാണിക്കാണ്. 2 പേര് വരയ്ക്കാണ്. ബി സി ഇത്, എ ഡി ഇത്. അവരെ കട്ട് ചെയ്യുന്ന ഒരു ആംഗിളാണ് ലൈനാണ് സി ഡി. ഈ സി ഡി ഡി പോർഷന് എത്ര ലൈൻ ഇട്ടാ മക്കളെ മാർക്ക് ചെയ്തേക്കുന്നത്? 3 ലൈൻ ഇട്ടാ മാർക്ക് ചെയ്തേക്കുന്നത് അല്ലേ? അവിടെ എത്ര ലൈൻ ഇട്ടാ മാർക്ക് ചെയ്തേക്കുന്നത്? 3 ലൈൻ ഇട്ടാ മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡോ ഇതും 3 ലൈൻ ഇട്ടാ മാർക്ക് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ അവർ ഈക്വലാന്നല്ലേ. 2 ലൈനുകളുടെ കട്ട് ചെയ്യുന്ന ഒരുത്തൻ, 2 ലൈൻ അവരെ കട്ട് ചെയ്യുന്ന വേറൊരു ലൈൻ, അതാണ് ഫിഗർ. നോക്ക്, അവർ ഈക്വൽ ആണ്. അഥവാ ഇതിനെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞൂടെ? ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പാരലലാന്ന് പറയാം. നമ്മൾ പഠിച്ചല്ലേ ലൈൻസ് ആൻഡ് ആംഗിൾസ്. 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് സെയിം ആയിരിക്കും. തിരിച്ചും പറയണം, 2 ലൈൻസ് 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ, ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അവർ പാരലലാണെന്ന്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. ഈ ആംഗിളിൻ്റെ പേരെന്താ? നമുക്ക് എന്ത് എഴുതി വെക്കാം? എ ബി അല്ലോ, എ സി പാരലൽ ടു ബി ഡി. റീസൺ എന്താ? ദെയർ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ആർ ഈക്വൽ. അപ്പം നമ്മൾ അതിൽ നിന്ന് കൺക്ലൂഷൻ എത്തിയത് എ ബി പാരലൽ ടു ബി ഡി, എ സി പാരലൽ ടു ബി ഡി ആണ്. അപ്പം നമുക്ക് ഇനി ഈ ലൈൻ നോക്കിക്കേ. ഇതിനെ കട്ട് ചെയ്യുന്ന വേറൊരു ലൈൻ, ഈ പാരലൽ ലൈനെ കട്ട് ചെയ്യുന്ന വേറൊരു ലൈനല്ലേ മക്കളെ ഇത്? അപ്പം ഈ ലൈൻ നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. ഈ ലൈനെ യൂസ് ചെയ്താണ് നമ്മൾ എന്തോ കണ്ടുപിടിച്ചത്? പാരലാണെന്നുള്ള ലോജിക്ക് എത്തിയത്. ഇത്തിരി വലിയ ക്വസ്റ്റ്യനാണ് കേട്ടോ, ശ്രദ്ധിച്ചോണേ. ഇതിൻ്റെ ബേസിസിലാണ് പാരലൽ എത്തിയത്. അപ്പോൾ ഈ 2 പാരലൽ ലൈനെ കട്ട് ചെയ്യുന്ന വേറൊരു ലൈനാണ് ഏത്? ബി സി. പേര് കൊടുത്തു തരാം. എ സിയും ബി ഡിയും പാരലലാണ്, അത് നമുക്ക് മനസ്സിലായി. അവരെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് ബി സി. അതിൻ്റെ ഒരേ സൈഡിലുള്ള ആംഗിളുകളുടെ സം എന്താണെന്നറിയാം? 180 എന്നറിയാം. നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് പഠിച്ചപ്പോൾ പഠിച്ചു. അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? ആംഗിൾ ഡി ബി സി പ്ലസ് ആംഗിൾ എ സി ബി ഇസ് ഈക്വൽ ടു 180. ഒരേ സൈഡിലുള്ള ആംഗിളുകളുടെ സമ്മ് 180 എന്ന് എഴുതിക്കൂടെ? നമുക്ക് എന്തറിയാം? എ സി ബി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പം അതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? ആംഗിൾ ഡി ബി സി പ്ലസ് 90 ഇസ് ഈക്വൽ ടു 180. ആംഗിൾ ഡി ബി സി ഇസ് ഈക്വൽ ടു 180 മൈനസ് 90 ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. കണ്ടോ, 90 ഡിഗ്രിയാന്ന് പ്രൂവ് ആയത്. ഓക്കെ. അപ്പം എന്താ ചെയ്തത്? ആദ്യം നമ്മുടെ മറ്റേ കോൺഗ്രുവൻസി വെച്ചിട്ട് ഇതെഴുതി. ബി സി എന്ന് പറയുന്നത് കോമൺ സൈഡാണ്. പിന്നെ നമുക്ക് കോൺഗ്രുവൻസി സംഭവം വെച്ചിട്ട് യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മൾ പാരലൽ ഇൻറ്റേർണൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് സെയിം ആണെന്ന് മനസ്സിലാക്കി. അതിൽ നിന്ന് ഇവർ പാരലാണെന്നുള്ള ലോജിക്കിലേക്ക് എത്തി. അപ്പോൾ പിന്നെ പാരലലിൻ്റെ അടുത്ത ലോജിക്ക് എടുത്തു. പാരലൽ ലൈൻസിനെ ഏതെങ്കിലും ഒരു ലൈൻ കട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ട്രാൻസ്വേഴ്സലിൻ്റെ ഒരേ വശത്തുള്ളവരുടെ സമ്മ് 180 ആണ്. അത് അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരേ വശത്തുള്ള ഒരുത്തനെ അറിയായിരുന്നു 90. ആ 90 അപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 180 മൈനസ് 90, 90 എന്ന് തന്നെ കിട്ടി. ക്ലിയർ? അപ്പോൾ ഈ തേർഡ് ക്വസ്റ്റ്യൻ അടുത്ത കോൺഗ്രുവൻസി മക്കൾ ഹോംവർക്ക് ചെയ്ത് നോക്കണം. എന്താ? ഇവർ കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കാൻ. അതിൻ്റെ ഓൾറെഡി 2 സൈഡുകൾ സെയിം ആണെന്ന് തെളിയിച്ചു. ഇപ്പം എന്തും തെളിയിച്ചു വെച്ചു? ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളും ഇവിടുത്തെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് ഇവിടെ വെച്ച് തെളിയിച്ചും വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ?
SAS വെച്ചിട്ട് ഇത് കോൺഗ്രുവൻ്റ് ആണ്. ഒരു സ്റ്റെപ്പ് പോലും എഴുതാതെ എഴുതാം. എന്തെഴുതി വെക്കണ്ടേ? ഈ വലിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിൻ്റെ AC-യും BD-യും ഈക്വൽ ആണ്. ദെൻ BC ഈസ് ഈക്വൽ ടു BC ആണ്. പിന്നെ ഏതാണ്? ആംഗിൾ DBC എന്ന് പറയുന്ന 90 ഡിഗ്രിയാന്ന് ഇപ്പം കണ്ടുപിടിച്ചു. ആംഗിൾ ACB എന്ന് പറയുന്ന 90 ഡിഗ്രിയാന്ന് തന്നു. രണ്ടാംഗിൾ ഡിസൈഡ്. ഏത് പ്രോപ്പർട്ടി? SAS പ്രോപ്പർട്ടി. ഓക്കെ, അത് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്ക്. 4th പാർട്ട് നോക്കിക്കേ. CM ഇസ് ഈക്വൽ ടു, അപ്പം നമുക്ക് ഇത് കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടത്തില്ലേ? അപ്പോൾ തേർഡ് ക്വസ്റ്റിൻ്റെ റിലേറ്റഡ് ആണിത്. നമ്മൾ അതിൽ കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ്. CD ഇസ് ഈക്വൽ ടു AB എന്ന് നമുക്ക് കിട്ടും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിൽ AB അതുപോലെ ഉണ്ടല്ലേ. അപ്പം നമുക്ക് CD-നെ മാറ്റാം. CD എന്ന് വെച്ചാൽ എന്താ? CM-ഉം DM-ഉം കൂടെ ചേരുന്നതാണ്. അപ്പം നമുക്ക് CM പ്ലസ് DM ഇസ് ഈക്വൽ ടു AB എന്ന് എഴുതിക്കൂടെ? നമുക്കറിയാം CM-ഉം DM-ഉം ഒരേ ആളാണ്, ഈക്വൽ ആണ്. അപ്പം നമുക്ക് DM-ന് പകരം എന്തെഴുതാം? DM-ന് പകരം CM എന്ന് തന്നെ എഴുതാം. ഓക്കെ, CM പ്ലസ് CM എത്ര? 2CM. 2CM ഇസ് ഈക്വൽ ടു AB ആണ്. CM ഇസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് AB. പ്രൂവ് ആയില്ലേ? ഓക്കെ, അടുത്ത നെക്സ്റ്റ് നോക്കിക്കേ മക്കളെ. നമ്മൾ അടുത്ത എക്സസൈസിലേക്ക് പോവാണ്. അടുത്ത എക്സസൈസിലേക്ക് പോകുമ്പോൾ ഏതാണ്? 7.2ലേക്ക് പോവാണ്. 7.2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 7.2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിഗർ തന്നിട്ടുണ്ടോ? ഇല്ല. എന്താ ക്വസ്റ്റ്യൻ? ABC ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പം നമുക്ക് ABC വരക്കാം. ABC ഇതാണ് ട്രയാങ്കിൾ ABC. നെയിമും ചെയ്യണം. ABC. അവരെന്ത് തന്നിട്ടുണ്ട്? AB ഇസ് ഈക്വൽ ടു AC. ABയും ACയും ഈക്വലാന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഐസോസെലസിന്റെ എന്താണ്? രണ്ട് സൈഡും രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ABക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ആരാ? ഇത്. ACക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ആരാ? ഇത്. ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പം നമുക്ക് അത്ര എഴുതി വെക്കാം. ആദ്യം എന്തെഴുതി വെക്കാം? AB is equal to CB. AB is equal to AC. AB is equal to AC. റീസൺ എന്താ? അവർ ക്വസ്റ്റ്യനെ തന്നതായിരുന്നു. AB is equal to AC. റീസൺ ഗിവൺ. അതിൽ നമ്മൾ എത്തിയ കൺക്ലൂഷൻ എന്തായിരുന്നു? ആംഗിൾ ACB is equal to ആംഗിൾ ABC. കാര്യം എന്താ? Triangle ABC is an isosceles triangle. ഇനി ഞാൻ ബാക്കി വായിച്ചേ. ബിയുടെയും സിയുടെയും ബൈസെക്ടേഴ്സ്. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈക്വലി രണ്ടാക്കുന്നു. അപ്പം ആംഗിൾ ബിയെയും ആംഗിൾ സിയെയും ബൈസെക്ടേഴ്സ് വരച്ചാൽ അവര് ഓയിൽ വന്നു ഇന്റർസെക്ട് ചെയ്യും. അപ്പം നമ്മൾ ബൈസെക്ടർ വരച്ചു, O മാർക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഈ Oയെ എയുമായി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് വെച്ചു. പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? OB ഈസ് ഈക്വൽ ടു OC എന്നല്ലേക്കണ്ടേ. OB കണ്ടോ മക്കളെ? ഇത്. OC കണ്ടോ? ഇത്. ഇവർ ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ കോൺഗ്രുവൻസി ഉപയോഗിച്ചാൽ മതി. കോൺഗ്രുവൻസിക്ക് ഏത് ട്രയാങ്കിൾ എടുക്കണം? ഈ താഴത്തെ ട്രയാങ്കിൾ എടുക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ താഴത്തെ ട്രയാങ്കിൾ എടുക്കുമ്പോൾ രണ്ടും അതേ ട്രയാങ്കിളിന്റെ പാർട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ആണ് എടുക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മൾ ഇത് ബൈസെക്ട് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്താ? ഈ ആംഗിളിനെ രണ്ടാക്കി എന്ന് വെച്ചാൽ ഇതിന്റെ പകുതി എടുക്കുക. ACBയുടെ പകുതി എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ആംഗിൾ ACBയുടെ പകുതി എന്ന് പറഞ്ഞാൽ ആംഗിൾ ACB/2 ഇസ് ഈക്വൽ ടു, ഇവിടെ ഈക്വൽ ആയതുകൊണ്ട് ഇസ് ഈക്വൽ ടു ആംഗിൾ ABCയുടെയും ഹാഫ്. ആംഗിൾ ACBയുടെ പകുതി എന്ന് വെച്ചാൽ ആരാ? ഇതുകൊണ്ട് ഇതുകൊണ്ട്. ആരെ ചൂസ് ചെയ്യും? ഇവനെ ചൂസ് ചെയ്യും. കാര്യം എന്താ? നമ്മൾ ഈ ട്രയാങ്കിൾ എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ്
ഈ ആംഗിളിൻ്റെ പേരെന്താ? മുകളിൽ എ ആണ്. ACO, ആംഗിൾ ACO. അപ്പം നമുക്ക് അത് എഴുതുന്നതിൽ മുന്നേ നമുക്ക് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. നമ്മൾ ഏതൊക്കെ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്? കൺസിഡർ ട്രയാങ്കിൾ, മുകളിൽ എ ആണ്, AOC, ട്രയാങ്കിൾ AOC ആൻഡ് ട്രയാങ്കിൾ AOB, രണ്ടുപേരെ കൺസിഡർ ചെയ്യുക. അതിൽ നമുക്ക് എന്തറിയാം? നോക്ക്, AC is equal to AB എന്നറിയാം അല്ലേ? അത് എഴുതി വെക്കുക. AC is equal to AB, ഒരു സൈഡായില്ലേ? ഇനി എന്താ? OA is equal to OA, രണ്ടുപേർക്കും കോമൺ ആണ്. OA is equal to OA, എന്താണ്? കോമൺ. ഇതിൻ്റെ ബാക്കി എഴുതാം. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്, ഇവരുടെ പകുതികൾ ഈക്വലാ. ഇവരുടെ പകുതി എന്ന് പറഞ്ഞാൽ ഏതാ? ACBയുടെ പകുതി ആരാ? ACO. നമുക്കിങ്ങനെ എഴുതാം, ആംഗിൾ ACO is equal to ആംഗിൾ, ഈ ആംഗിളിൻ്റെ പകുതിയല്ലേ ഈ മുകളിൽ കിടക്കുന്നത്? ABO. ഏത് പ്രോപ്പർട്ടിയാ? രണ്ട് സൈഡും ഒരു ആംഗിളും. SAS പ്രോപ്പർട്ടി. SAS പ്രോപ്പർട്ടി അനുസരിച്ച് ആര് കോൺഗ്രുവൻ്റ്? ട്രയാങ്കിൾ ACO കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ABO. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? OB is equal to OC എന്ന് വെച്ചാൽ ആ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡുകൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആകും. റീസൺ CP CT, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ. ഈ ക്വസ്റ്റ്യനോട് നോക്കി നിർത്താം. എന്താ പറഞ്ഞത്? ഇൻ ട്രയാങ്കിൾ ABC AD ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വെച്ചാൽ എന്താ? ഇത് പെർപെൻഡിക്കുലർലി ബൈസെക്ട് ചെയ്യുന്നു. ഇതേണ്ടേ, അപ്പോൾ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് എഴുതി വെക്കാം? BD ഈസ് ഈക്വൽ ടു BD ഈസ് ഈക്വൽ ടു CD. അതുപോലെ തന്നെ ആംഗിൾ ADB ഈസ് ഈക്വൽ ടു ആംഗിൾ ADB ഈസ് ഈക്വൽ ടു ADC, ആംഗിൾ ADC. രണ്ടെണ്ണം ആയില്ലേ? അപ്പം എന്താ? ഒരു സൈഡും ഒരു ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ആയി. ഇനി എന്താ? AD ഈസ് ഈക്വൽ ടു AD, രണ്ട് ട്രയാങ്കിളിനും AD ഈസ് ഈക്വൽ ടു AD കോമൺ. അപ്പം നമ്മൾ ഏത് ട്രയാങ്കിള് നോക്കിയെന്ന് മെൻഷൻ ചെയ്തില്ല. ഏത് ട്രയാങ്കിളാണ് നമ്മൾ നോക്കിയേ? നമ്മളിത് ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളുമാണ് നോക്കിയേ. അപ്പം മുകളിൽ എഴുതണം ഏത് ട്രയാങ്കിൾ? കൺസിഡർ ട്രയാങ്കിൾ ADB ആൻഡ് ട്രയാങ്കിൾ ADC. നമുക്ക് എന്തെഴുതാം? രണ്ട് സൈഡുകളും ഒരു ആംഗിളും ഈക്വൽ ആണ് എന്ന് വെച്ചാൽ SAS പ്രകാരം ട്രയാങ്കിൾ ADB കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ADC ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? CP CT വെച്ചുകൊണ്ട് അവരുടെ ബാക്കി റിമൈനിങ് സൈഡുകൾ ഈക്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. മിച്ചമുള്ള സൈഡ് ഏതാ? ഒരു ട്രയാങ്കിളിൻ്റെ ABയും മിച്ചമാണ്, രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ എന്ത് മിച്ചമാണ്? AC മിച്ചമാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? AB ഈസ് ഈക്വൽ ടു AC, റീസൺ CP CT. ക്ലിയർ ആയോ? എന്താ? ഈ ഫിഗർ ബൈസെക്ട് ചെയ്യുന്നു, വെറും ബൈസെക്ട് അല്ല, പെർപെൻഡിക്കുലർലി ബൈസെക്ട്. അപ്പോൾ ഈ ആംഗിൾ 90, ഇത് ഈക്വൽ, ഇത് കോമൺ സൈഡ്. അപ്പോൾ ഇത് രണ്ട് സൈഡും ഒരു ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് CP CT വെച്ചിട്ട് SAS വെച്ചിട്ട് ഇത് കോൺഗ്രുവൻ്റ് ആണ്. കോൺഗ്രുവൻ്റ് ആയ സ്ഥിതിക്ക് റിമൈനിങ് പാർട്ട് ഈക്വൽ ആണ്. അപ്പോൾ ഇത് AB ഈസ് ഈക്വൽ ടു AC, റീസൺ CP CT, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യനും കഴിഞ്ഞു, സെക്കൻഡ് ക്വസ്റ്റ്യനും. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.